ഒരേ ചിത്രം വെച്ച് ഇത്രയധികം ID കാർഡുകൾ ഒരാൾക്ക് നൽകിയതെങ്ങനെ? ഇതാരാണ് ഇത്രയും 22 വോട്ട് ചെയ്ത ആൾ? അത് അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് കാണിക്കുന്നു. അവര് ഒരു ബ്രസീലിയൻ മോഡലാണ്. BJP നേതാവ് ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിൽ നമ്മളൊക്കെ കേട്ട ഒരു പത്രസമ്മേളനമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടൊന്ന് ചേർത്തു. നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് പരിശോധിക്കുമെന്ന് കഴിഞ്ഞ തവണയും പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞില്ല. നിങ്ങൾ കേസ് കൊടുക്കാൻ 20,000-നും 30,000-നും ഇടയിൽ വോട്ടിന് മാത്രം പരാജയപ്പെട്ട കോൺഗ്രസും ഇന്ത്യ മുന്നണിയും 25 ലക്ഷം അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നാണ്, വോട്ട് ചോരി നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തുന്നത്. ഇതിനെതിരെ പോരാടണം. ഇത് മർഡർ ഡെമോക്രസി എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ഭരണഘടന കത്തിക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യത്തിന്റെ മരണമണിയാണ്. അതുകൊണ്ട് യുവാക്കൾ വരണം. മോഡിയേക്കാൾ കൂടുതൽ റീച്ച് ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിന് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം അതിന്റെ ചുമതല നിർവഹിച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വോട്ട് ചോരി സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ഇത് മൂന്നാമത്തേതാണ്. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും കഴിഞ്ഞിപ്പോൾ ഹരിയാനയിലെ ഒരു മണ്ഡലം കൃത്യമായി തിരഞ്ഞെടുത്ത് അതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് അതേപോലെയുള്ള ഒരു പരിശോധനയാണ് നടത്തിയത്. കഴിഞ്ഞ 2 മണ്ഡലങ്ങളിലും ഉള്ളതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം, എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് ഏതാണ്ട് സമ്പൂർണ്ണ വിജയം എന്ന് തന്നെ പറഞ്ഞതിൽ തൂത്തുവാരിയ വിജയമുണ്ടാകും എന്ന് പറഞ്ഞു. എക്സിറ്റ് പോളുകൾ എല്ലാം ഒരു തരത്തിൽ പറയുകയും അതിന് നേർ വിപരീതമായി ഒരു ഫലം വരികയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തേണ്ടതുണ്ട്. രണ്ടാമത്, വളരെ കാലത്തിന് ശേഷമാണ് പോസ്റ്റൽ വോട്ടുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കോൺഗ്രസിന് കിട്ടുന്നത്. BJP-യേക്കാളുടെ 3 ഇരട്ടിയിലും അധികം വോട്ട് കോൺഗ്രസിന് കിട്ടുന്നു. അത് ഒരു വേറൊരർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസ്യതയുടെ ചിഹ്നമാണ് ആ മണ്ഡലത്തിൽ. ഇത് വച്ചുകൊണ്ടാണ് അവിടെയുള്ള പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയുടെ എല്ലാ വിവരങ്ങളും ഈ ചെറിയ പ്രഭാഷണത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം, ആദ്യം പറഞ്ഞൊരു കാര്യം, ഒരു ചിത്രം രാഹുൽ ഗാന്ധി കാണിക്കുന്നു, ഒരു സ്ത്രീയുടെ ചിത്രം. ഈ സ്ത്രീക്ക് ആ സ്ത്രീയുടെ 22 വോട്ടുകൾ 22 ഇടത്ത് 2 ബൂത്തുകളിലായി 22 ഇടത്ത് അവരുടെ വോട്ടിംഗ് ഐഡന്റിറ്റി കാർഡ് കാണിക്കുന്നു. ഒരേ സ്ത്രീയാണ്, ഒരേ പടമാണ്, ആർക്കും സംശയമില്ല. അത് സരസ്വതിയാവാം, ദുർഗയാവാം, ഭാനുമതിയാവാം, എന്ത് വേണമെങ്കിലാവാം, സ്വീറ്റി, അങ്ങനെ പല പേരുകളിലുണ്ട്. ഒരേ ചിത്രം വെച്ച് ഇത്രയധികം ID കാർഡുകൾ ഒരാൾക്ക് നൽകിയതെങ്ങനെ? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാരാണ് എന്നതാണ്. അദ്ദേഹം ആ ചോദ്യം വളരെ സരസമായി ചോദിക്കുന്നുണ്ട്. ഇതാരാണ് ഇത്രയും 22 വോട്ട് ചെയ്ത ആൾ? അയാൾ ഹരിയാനയിലുള്ള ആളാണോ, ഇന്ത്യയിലുള്ള ആളാണോ? അല്ല. അദ്ദേഹം അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് കാണിക്കുന്നു. അവര് ഒരു ബ്രസീലിയൻ മോഡലാണ്. ബ്രസീലിയിലെ ഒരു വളരെ പ്രസിദ്ധമായ മോഡലാണ്. നമുക്കൊക്കെ ആർക്കും ആക്സസ് ചെയ്യാവുന്ന സ്ത്രീയാണ്. അപ്പൊ അതിന്റെ ഇതൊക്കെ എടുത്ത് കമ്പ്യൂട്ടർ ലിങ്കൊക്കെ എടുത്ത് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഒരു ബ്രസീലിയൻ മോഡലിന് ഇന്ത്യയിൽ നടക്കുന്ന ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ 22 സ്ഥലത്ത് വോട്ട് ചെയ്യാനുള്ള കാർഡ് അല്ലെങ്കിൽ അവരുടെ ഇതുണ്ടെങ്കിൽ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ, ഇതിലെന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തോന്നിയിട്ടുണ്ടോ? മറ്റൊന്ന്, ഒരാൾക്ക് 222 സ്ഥലത്ത് പല സ്ഥലങ്ങളിലായി വോട്ട്. അച്ഛൻ്റെ പേര് വേറെ, ആളുടെ പേര് വേറെ, വയസ്സ് വേറെ, ഇതൊക്കെ കാണിച്ച് പല സ്ഥലങ്ങളിൽ 222 സ്ഥലത്ത് വോട്ടുണ്ടാവുക. ഇത് ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? മറ്റൊന്ന്, ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ആ ചിത്രം ക്ലിയർ അല്ല. സാധാരണ TV ചാനലുകളിൽ ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമമൊക്കെ കാണിക്കുമ്പോൾ അവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ്. ആ പണിയാണ് ഇവിടെ ഇവരുടെ മുഖത്ത് ചെയ്തിട്ടുള്ളത്. എന്നിട്ടോ ഇയാളുടെ മുഖത്ത്, ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയില്ല, ആ മുഖത്ത് ചെയ്തിട്ടുള്ളത്. അതേ ചിത്രം പല സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തതായിട്ട് അതേ ചിത്രം വെച്ച് കാണിക്കുന്നു ഒരാൾ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ ചെയ്താൽ ശരിയാണോ? പിന്നെ ബാംഗ്ലൂരിലും അതുപോലെ മഹാരാഷ്ട്രയിലും ചെയ്ത സ്ഥിരം ടെക്നിക്കുണ്ട്, 0 നമ്പർ വീട്. അന്ന് 0 നമ്പർ വീട് വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്, പാവപ്പെട്ട മനുഷ്യർ, തെരുവോരത്ത് ജീവിക്കുന്ന മനുഷ്യർ, സ്ട്രീറ്റ് ലൈറ്റിന് കീഴെ ജീവിക്കുന്ന മനുഷ്യർ,
അതുപോലെ ജീവിക്കുന്ന മനുഷ്യർക്ക് വോട്ട് ചെയ്യണ്ടേ? എന്താണ് ഈ രാഹുൽ ഗാന്ധി പറയണേ? അങ്ങനെയുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ട്. പക്ഷേ അവിടെ 0 നമ്പർ ഒരു വീട് കണ്ടു. ആ വീട് കോൺക്രീറ്റ് വീടാണ്. 0 നമ്പർ കോൺക്രീറ്റ് വീടാണ്, പഴയ വീടാണ്, ഇപ്പോൾ ഉണ്ടാക്കിയ വീടൊന്നുമല്ല. അവിടെ 66 പേർക്ക് വോട്ടുണ്ട് എന്നാണ് ലിസ്റ്റ് അനുസരിച്ച് ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനുമില്ല, 66 പേരുമില്ല, ഒന്നുമില്ല. അപ്പോൾ അതെന്താ അങ്ങനെ സംഭവിച്ചേ? അത് കഴിഞ്ഞ് ഒരു BJP നേതാവിൻ്റെ വീട്ടിൽ 100 കണക്കിന് വോട്ടാണ് ചേർത്തിട്ടുള്ളത്. BJP നേതാവിൻ്റെ വീടാണെന്ന് വളരെ കൃത്യമാണ്. ലോക്കൽ BJP നേതാവാണ്. 100 കണക്കിന് വോട്ട് അവിടെ ചേർത്തിരിക്കുന്നു. അതിൽ ആരൊക്കെ ആരുമായിട്ട് എന്ത് ബന്ധം എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങ് ചേർത്തിരിക്കുക. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, UP-യിലും ഹരിയാനയിലും ഒരേപോലെ വോട്ടുള്ള BJP നേതാക്കന്മാരുടെ പടം. UP-യിൽ സർപഞ്ചാണ് ഒരാൾ, BJP-യുടെ സർപഞ്ചാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതേയാൾ ഇവിടെ ഹരിയാനയിൽ BJP-യുടെ ഇതിൽ വോട്ട് ലിസ്റ്റിൽ വന്നു. ചില സ്ഥലങ്ങളിൽ അച്ഛൻ്റെ പേര് മാറ്റും, ചില സ്ഥലങ്ങളിൽ അച്ഛൻ്റെ പേര് മാറ്റൂല. അച്ഛൻ്റെ പേരും വീട്ടുപേരും ഒക്കെ ഒന്ന് തന്നെ, 2 സ്ഥലത്ത് വോട്ട് ചെയ്യുക. എങ്ങനെയാണ് സംഭവിച്ചത്? ഇതിനോടൊപ്പം അദ്ദേഹം കാണിച്ചൊരു കാര്യം, കേരളത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ, BJP നേതാവ് ഗോപാലകൃഷ്ണൻ, തൃശ്ശൂരിൽ നമ്മളൊക്കെ കേട്ട ഒരു പത്രസമ്മേളനമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് ചേർക്കും, ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് ഞങ്ങൾ ചേർക്കും, ഞങ്ങൾ ജയിക്കും. തൃശ്ശൂർ ഞങ്ങൾ അങ്ങനെയാണ് കാണിച്ചത്, ഇനിയും കാണിക്കും, നിങ്ങൾ കണ്ടുവെച്ച പിടിക്കുക. ഇത് പറഞ്ഞ ആൾ ഇപ്പോഴും ഒരു FIR പോലും ഇല്ലാതെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കുന്നുണ്ട്. കാശ്മീരിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് കേരളത്തിൽ വോട്ട് ചെയ്യിക്കുന്നു പറഞ്ഞ ആളെ പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ നിർത്താൻ കഴിയും, ഇന്ത്യയിൽ നിർത്താൻ കഴിയുക? അയാൾക്കെതിരെ ഒരു നടപടിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത് അറിയാതെ ചെയ്തതല്ല, അതാണ് പ്രശ്നം. ഇത് ഇലക്ടറൽ റോൾസിൽ പട്ടികയിൽ വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് അല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ അത് മനസ്സിലാവും, ഒരു പ്രദേശത്താണെങ്കിൽ മനസ്സിലാവും. ഇവിടെ സംസ്ഥാനാടിസ്ഥാനത്തിലോ ഒരുപക്ഷെ കേന്ദ്രാടിസ്ഥാനത്തിലോ പ്ലാൻ ചെയ്ത് വോട്ടർമാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന ഒരു രീതി. ഇത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിൽ പല സമയത്താണ് വോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഒരേ സ്ഥലത്ത് വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനങ്ങൾ വ്യത്യാസമാക്കും. എന്തിനാ? ഇവിടെ വോട്ട് ചെയ്തവൻ അപ്പുറത്ത് പോയി വോട്ട് ചെയ്യാൻ. ഇത് ഇന്ന് വോട്ട് വെട്ടിയവരുടെ കണക്കും അദ്ദേഹം പറഞ്ഞു. വോട്ട് വെട്ടി, കുറേ ആളുകൾ വോട്ട് വെട്ടിപ്പോയി. വെട്ടിപ്പോയ ആളുകളെ, ബീഹാറിൽ നിന്നുള്ള ആളുകളെ അദ്ദേഹം അവിടെ കൊണ്ടുവന്നു, ബീഹാറിൽ നിന്നും ഹരിയാനയിൽ നിന്നുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്നു, സ്റ്റേജിൽ കൊണ്ടുവന്നു. ഈ ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവരുടെയൊക്കെ വോട്ട് വെട്ടിപ്പോയി. അപ്പോൾ വെട്ടിപ്പോയ വോട്ടുകൾ ആരുടെ? ലക്ഷക്കണക്കിന് വോട്ടുകൾ വെട്ടിപ്പോയി. ഹരിയാനയിൽ രാഹുൽ ഗാന്ധിയുടെ വാദം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 20,000-25,000 വോട്ടിന് മാത്രമേ വ്യത്യാസമുള്ളൂ BJP കോൺഗ്രസും തമ്മിൽ, NDAയും ഇന്ത്യ മുന്നണിയും തമ്മിൽ. ഏതാണ്ട് 20-30 ലക്ഷം വോട്ടുകൾ ഇത്തരത്തിൽ പല മണ്ഡലങ്ങളിലായി അവിടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടും വ്യത്യാസം 20,000 ആണെന്ന് ആലോചിക്കുമ്പോൾ എത്ര അധികം ഭൂരിപക്ഷം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് അല്ല, നിയമപരമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അല്ല ഹരിയാനയിലുള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ പോരാടണം. ഇത് മർഡർ ഡെമോക്രസി എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ച്, ഭരണഘടന കത്തിക്കുന്നതിന് തുല്യമാണിത്. ജനാധിപത്യത്തിന്റെ മരണമണിയാണ്. അതുകൊണ്ട് യുവാക്കൾ വരണം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും കിരൺ റിജ്ജു എന്ന് പറയുന്ന മന്ത്രിയും ഒരേ മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്ന പഴയ രീതിയുണ്ട്, ആ രീതിയൊന്നും ഇപ്പോൾ ഏൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്നൊക്കെ വിളിച്ചാൽ അത് ആരും ആ വിലക്ക് എടുക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ എടുക്കുന്നില്ല. മോഡിയേക്കാൾ കൂടുതൽ റീച്ച് ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിന് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവർ ചോദിച്ച, ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചു വളരെ വിചിത്രമായൊരു ചോദ്യമാണ്. ഇത്ര ആളുകൾ ഒരാൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബൂത്ത് ഏജന്റ് എവിടെയായിരുന്നു? അങ്ങനെയാണോ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കേണ്ടത്? നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് പരിശോധിക്കുമെന്ന് കഴിഞ്ഞ തവണയും പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞില്ല. നിങ്ങൾ കേസ് കൊടുക്കാൻ. എങ്ങനെ കേസ് കൊടുക്കാൻ? ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇലക്ഷൻ കമ്മീഷൻ ഏത് കോടതിയിൽ കേസ് കൊടുക്കണം? സുപ്രീം കോടതിയിൽ, അല്ലേ? സുപ്രീം കോടതി ജഡ്ജ് ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നതിൽ നിർണായകമായ ഒരാളായിരുന്നു. പ്രധാനമന്ത്രി, സുപ്രീം കോടതി ജഡ്ജ്, പ്രതിപക്ഷ നേതാവ്, ഇവരിരുന്ന് നിശ്ചയിക്കേണ്ടതാണ്. അത് മാറ്റിയില്ലേ? എന്നിട്ട് എന്താ? പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പിന്നെ പ്രതിപക്ഷ നേതാവോട് ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അവർക്കിഷ്ടമുള്ള ആളെ നിയമിക്കാൻ വേണ്ടി നിയമമുണ്ടാക്കി. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ പിന്നെ എന്ത് ചെയ്യണം? ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ BJPയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം പോലെ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ഒരു കാര്യം പബ്ലിക്കായി പറഞ്ഞാൽ ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ചോദ്യം, നമ്മൾ പണ്ട് ചായക്കടയിൽ ഇരുന്ന് രാഷ്ട്രീയം പറയുന്ന ആളുകളില്ലേ,
അതുപോലുള്ള ഒരു ഡയലോഗാ. ആ, നിങ്ങൾ വേണമെങ്കിൽ കേസ് കൊടുത്തോ, കേസ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ വേണമെങ്കിൽ ഇത് പറഞ്ഞോ, ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോലും ഇലക്ഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കേണ്ട നിയമം ഉണ്ടാക്കിയത്? ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനമാണ്, ശരിയാണ്, അവർക്കെതിരെ കേസ് കൊടുക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം അവർ പാലിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവരിൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക. രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പടം വെച്ചിട്ട് ഈ പടം ഈ സംസ്ഥാനത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേണ്ട, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ പടം വെച്ചിട്ട് ഒരാൾ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലിസ്റ്റിംഗ് വരും. ഈ വീട്ടു നമ്പറിൽ എത്ര ആളുകളുണ്ട്? 8 ആളിൽ കൂടുതൽ, 10 ആളോളം ഒരു വീട്ടിലുണ്ടെങ്കിൽ, 8 ആളിൽ കൂടുതലോ 10 ആളിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, ആ വീട്ടിൽ വോട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഗ്രൗണ്ട് ഇൻസ്പെക്ഷൻ നടത്തണം. എന്നുവെച്ചാൽ അവിടെ പോയി പരിശോധിക്കണം 10 ആളിൽ കൂടുതലുണ്ടെങ്കിൽ. അതാണ് ഇതിന്റെ നോം. എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ബൂത്തിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. മൂന്നാമത്, ഇത് കണ്ടുപിടിക്കുക. നിങ്ങൾ എന്താ കണ്ടുപിടിക്കുക? എന്തിനാ? ഇതിലൊരു കാര്യമുണ്ട്. ഈ ഇലക്ഷൻ ബൂത്തുകളിലൊക്കെ തന്നെ നമ്മളൊരു CCTV ക്യാമറ വെച്ചാൽ എന്തിനാ? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് സ്ത്രീകളുടെ പടം കാണാനാണ് ഇത് വെച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്ത്രീകളുടെ പടം കാണിക്കാൻ പറ്റും. എന്തായാലും റെക്കോർഡ് ചെയ്തല്ലേ. ആ ഒറ്റ ബൂത്തിലെ ക്യാമറ പരിശോധിച്ചാൽ അറിയാലോ ഈ സ്ത്രീ എത്ര പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. ബ്രസീലിയൻ മോഡൽ എത്ര പ്രാവശ്യം ഹരിയാനയിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാലോ. രാഹുൽ ഗാന്ധി ചോദിച്ചു ഇവരെത്ര വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണക്ക് വരാമോ? ആർക്കറിയാം? ഈ 222 പേരിൽ ഈ സ്ഥലത്ത് ഒരാൾക്ക് വോട്ടുണ്ട്. ഇയാൾ എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്? ആർക്കറിയാം? ഒരാൾ 222 വോട്ടൊക്കെ ഒരു ദിവസം ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര വോട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അയാൾ തന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുത്തിയായിരിക്കും. ആ പേരെടുക്കും, ഈ പേര് കുത്തും, ഈ പേര് വിളിക്കും, ഈ പേര് വിളിക്കും. ഇയാൾ തന്നെ പല ബൂത്തുകളിൽ. അപ്പൊ പ്രശ്നം, ഈ വീഡിയോ എന്തുകൊണ്ടാണ് പുറത്തു കൊടുക്കാത്തത്? വീഡിയോ നശിപ്പിച്ചു. എന്താ വീഡിയോ നശിപ്പിച്ച്? ഞാൻ അന്ന് കാരണം പറഞ്ഞത് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പടം കാണുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. സ്ത്രീകളുടെ മാനസം രക്ഷിക്കാൻ വീഡിയോ മാറ്റണ്ടേ? വീഡിയോ എന്താ പേര് നഗ്നത്തിലെ കൊണ്ടുതന്നെ, അല്ലെങ്കിൽ തന്നെ ഇവരുടെ ഫോട്ടോ എടുക്കണ്ടേ? അവര് ഒബ്സീനായിട്ടുള്ള വേഷത്തിലൊന്നും അല്ലല്ലോ വരണേ. വോട്ട് ചെയ്യാൻ വരുന്ന ഒരാളുടെ പടം എന്തിനാ പിന്നെ നമ്മൾ ഇതിനെ എടുക്കണേത്? അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമുണ്ട്. കോടതി പോകാൻ കഴിയില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ ആ ഇലക്ഷൻ കമ്മീഷൻ BJP ആഫീസിൽ നിന്ന് കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ, ഭരണഘടനാ സ്ഥാപനം, നിങ്ങളുടെ ബൂത്ത് ഏജന്റ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യം ചോദിക്കുന്നത് വളരെ 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 മോശമാണ്. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ പോലീസ്, നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളൊക്കെ അവിടെ നിലനിൽക്കേണ്ട കാര്യം എന്താ? എന്തിനാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കും എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത്. അപ്പൊ ഇലക്ഷൻ ഫ്രീയും ഫെയറും ആക്കേണ്ട ചുമതല ഇലക്ഷൻ കമ്മീഷനുണ്ട്. വോട്ടർ ലിസ്റ്റിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് 20 പരാതിയെ കിട്ടിയിട്ടുള്ളൂ. ഈ പരാതിയൊക്കെ ഒരു കാര്യം കൂടി ചെയ്യാം. എപ്പോഴേ വോട്ടർ ലിസ്റ്റുകൾ കൊടുത്തേ? അന്തിമ വോട്ടർ ലിസ്റ്റ് കൊടുത്തപ്പോഴാ? ഇലക്ഷൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ്. ആർക്ക് പരിശോധിക്കാൻ പറ്റും അന്തിമ വോട്ടർ പട്ടിക? എന്നാ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നേരത്തെ ഇതിന്റെ സോഫ്റ്റ് കോപ്പി അങ്ങ് പബ്ലിഷ് ചെയ്യൂ. പരാതിയുള്ളവർക്ക് കൊടുക്കാലോ. സോഫ്റ്റ് കോപ്പി പബ്ലിഷ് ചെയ്യാം. സോഫ്റ്റ് കോപ്പി പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ സെർച്ച് ചെയ്യാമല്ലോ. സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇലക്ഷൻ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഇത് ചെയ്തിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഇതിനുണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് ഫാസിസ്റ്റ് പ്രവണതകളുള്ള ഒരു സർക്കാരാണ് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നത്. നമുക്കറിയാം ഹിറ്റ്ലറുടെ ഫാസിസത്തെക്കുറിച്ച്, മുസോളിനിയുടെ ഫാസിസത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് 14 ലക്ഷണങ്ങളിൽ 12 എണ്ണവും ഇന്ത്യയിൽ ഉണ്ടെന്ന്, 2 ലക്ഷണം ഇല്ലാത്തുള്ളൂ എന്ന്. അതിലൊന്ന് ഫ്രീ ആൻഡ് ഫെയർ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 2 പട്ടാളം ഇതുവരെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏതാണ്ട് ജർമ്മനിയിലെയും ഇറ്റലിയിലെയും പോലെ ഇവിടെ ആയി കഴിഞ്ഞു. വംശീയവാദവും അപരവിദ്വേഷവും ഒക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറയുന്ന വളരെ രസകരമായ ഒരു കാര്യം, ഈ ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാ എക്സിറ്റ് പോളും വന്നു. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം വളരെ രസമാണ്. എന്ത് വേണേ പറഞ്ഞോട്ടെ, ഞങ്ങൾ എന്തായാലും ജയിക്കും, അതിനുള്ള സിസ്റ്റം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് ഈ സിസ്റ്റം. എന്താ സിസ്റ്റം? എക്സിറ്റ് പോളിൽ ചെല്ലുമ്പോൾ ഇയാൾക്ക് ഒരു ചോദ്യമല്ലേ ഇയാളോട് ചോദിക്കാൻ പറ്റും. 222 ഉത്തരവ് ഒരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാളോട് ചോദിക്കും, അയാൾ ഇപ്പോൾ BJPക്ക് എന്ന് പറയും, അപ്പുറത്ത് 4 പേര് ഇന്ത്യ മുന്നണിക്ക് എന്ന് പറയും. അങ്ങനെയാണ് എക്സിറ്റ് പോൾ ഇടുന്നത്. ഒരാൾ 200 വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ 22 വോട്ട് ചെയ്താൽ എക്സിറ്റ് പോളിന് എങ്ങനെ പിടിക്കാൻ പറ്റും?
അപ്പോൾ ആദ്യം വേണ്ടത് ഇലക്ട്രൽ റോൾ. ഇപ്പോൾ വലിയ തോതിൽ SIR വരികയാണല്ലോ, ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോകണം, അത് ചെയ്യാൻ പോകണം എന്നൊക്കെ. SIRന്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ ഇത് ക്ലീൻ ചെയ്യേണ്ട ജോലി ആരുടെയാണ്? ആരാണ് ഇതിന് ശമ്പളം വാങ്ങുന്നത്? വോട്ടേഴ്സ് ലിസ്റ്റിൽ അത് സോഫ്റ്റ് കോപ്പിയിൽ ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാവുന്ന തെറ്റുകൾ കണ്ടുപിടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന് ഇതിൽ കൃത്യമായ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ആ സ്ഥാപിത താല്പര്യം രാഷ്ട്രീയ പാർട്ടികളുടെ മേലോ മറ്റാരുടെങ്കിലും മേലോ വയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ 220 വോട്ട് ചേർത്തൊരു BLO ഇപ്പോഴും സർവീസിലുണ്ടോ? അത് നമുക്കറിയേണ്ടത്. ഇത്രയും വോട്ടുകൾ 22 വോട്ട് ഒരാൾക്ക് 2 ബൂത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചേർത്ത BLO ഇപ്പോഴും സർവീസിലുണ്ടോ? ആരാണ് ആ BLO? അത്രയെങ്കിലും അന്വേഷിക്കേണ്ടത്. ഇത്ര തെറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളിത് കറക്റ്റ് ചെയ്യാം, അടുത്ത തവണ മുതൽ ഞങ്ങൾ ഇരട്ടി വോട്ടുകൾ ഇല്ലാതാക്കും. 30,000, 20,000, 30,000 ഇടയിൽ വോട്ടിന് മാത്രം പരാജയപ്പെട്ട കോൺഗ്രസും ഇന്ത്യ മുന്നണിയും 25 ലക്ഷം അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നാണ്, വോട്ട് ചോരി നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് ഒരു മറുപടിയും പറയാനില്ല. ആകെ രാഹുൽ ഗാന്ധിയെ കളിയാക്കാം, ബൂത്ത് ഏജന്റിന്റെ പേര് പറയാം, അതൊന്നും കൊണ്ട് കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം അതിൻ്റെ ചുമതല നിർവഹിച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ വരുന്നില്ല. നിങ്ങൾ പരാതി ഇതാ, എന്ത് പരാതിയായിരുന്നേ? രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 ഇതിലും പറഞ്ഞു, ഇതെല്ലാം ഞങ്ങളുടെ ഡോക്യുമെന്റ് അല്ല, ഞങ്ങൾ അവതരിപ്പിച്ച ഏതെങ്കിലും ഡോക്യുമെന്റ് ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളയോ? ഇലക്ഷൻ കമ്മീഷന്റെ ഡോക്യുമെന്റ് എടുത്ത് വെച്ചേക്കണേ, ഇതിലേതെങ്കിലും തള്ളിക്കളയോ? തള്ളിക്കളയില്ലല്ലോ. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് തന്ന രേഖയല്ലേ, വോട്ടേഴ്സ് ലിസ്റ്റ്. ഈ വോട്ടർ ഒന്നുകിൽ ഇതാ വളരെ നേരത്തെ കൊടുക്കണം, അത് പരിശോധിക്കാൻ അവസരം കൊടുക്കണം, അല്ലെങ്കിൽ അതല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇരട്ടിപ്പുകളും തട്ടിപ്പുകളും ഒഴിവാക്കുകയാണ്. പക്ഷെ അവർ ചെയ്യില്ല. കാരണം BJPയുടെ ഓഫീസായി അല്ലെങ്കിൽ അവരുടെ കയ്യാളായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് ആളെ വയ്ക്കുമ്പോൾ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വേറൊരു മന്ത്രിയും 2 പേര് 3 അംഗ സമിതിയിൽ വരുന്നത്. പ്രതിപക്ഷ നേതാവിനൊന്നും അവിടെ റോളുമില്ല. ഒരു ഭൂരിപക്ഷ പ്രകാരം തീരുമാനമെടുത്താൽ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യും? മാക്സിമം വന്നവർ ഡിസന്റ് നോട്ട് ഇടാം. അപ്പോൾ ഇവർക്ക് കയ്യാളായി നിൽക്കുന്ന ആളുകളെ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വെച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ഫാസിസ്റ്റ് ഗവൺമെന്റ്, ഇല്ലെജിറ്റിമേറ്റ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക്, ഇല്ലെജിറ്റിമേറ്റ് ഗവൺമെന്റുകളിലൂടെ വാഴുന്നു എന്നത് ജനാധിപത്യത്തിന് അപകടകരമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇതിനെതിരെ പോരാടാൻ ജെൻസി വരണം, പുതിയ തലമുറ വരണം. പഴയ തലമുറക്കാരെ കൊണ്ട് ഇനി ഇത് പറ്റാണ്ടായി. പുതിയ തലമുറ ഇത് ചോദ്യം ചെയ്യണം. കാരണം ജനാധിപത്യം അവരുടെ അവകാശമാണ്. ജനാധിപത്യം ഇല്ലാത്ത രാജ്യത്താണ് നമ്മൾ വളരുന്നതെങ്കിൽ അതിൻ്റെ ദുരന്തം വളരെ വലുതാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്.